ഇവരൊക്കെ ഏത് ലോകത്താ ജീവിക്കണമെന്ന് മനസ്സിലാവാത്ത. നമ്മുടെ ഈ കേരളത്തില് ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എല്ലാം ഒന്നിച്ച് ഏതൊരു വിശേഷം ഉണ്ടെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഇതിപ്പോ എന്താ പറയാ, നോർത്ത് ഇന്ത്യയിലെ ഉള്ള ആ ഒരു സംസ്കാരം കേരളത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ നടക്കുകയാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞത്. ഹിന്ദു തീവ്രവാദികൾ എന്ന് വിളിക്കണം. ശശികല ടീച്ചറെ, നമ്മുടെ നാട്ടിനെ കുറിച്ചിട്ട് അറിയാത്ത ഒന്നല്ലല്ലോ നിങ്ങൾക്ക്. ഇവിടത്തെ ഒരു അമ്പലത്തില് ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടിയതാണോ അത്ര വലിയ കാര്യം? നമ്മുടെ നാട്ടിലെ എല്ലാ അമ്പലങ്ങളിലും എല്ലാ പള്ളികളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളില് ബാൻഡ് സെറ്റില് അയ്യപ്പ ഭക്തിഗാനം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഗാനമേളയിലും സൂപ്പർ പാട്ട് പാടി. അത് തന്നെയാണ് ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒന്നും ഈ മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ കുത്തിത്തിരിപ്പുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നും അത്ര വലിയ ഏൽക്കാനുള്ള കാര്യങ്ങളല്ല. ചെറുതായൊക്കെ ഏറ്റി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുലച്ചികൾ അല്ല കുലസ്ത്രീകൾ ഇത് വെച്ചിട്ട് വല്ലാതെ ഇളകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ ഒന്നും ഇത്ര വലിയൊരു മതഭ്രാന്തൊന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ നാട്ടിൽ വേവാനുള്ള സാധനങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് സാവധാനം ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഇതിനൊരു മതഭ്രാന്താക്കി മാറ്റിയെടുക്കാം. ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയെ പോലെയുള്ള ഒരു സംസ്ഥാനമാക്കി കേരളത്തെയും മാറ്റാൻ കഴിഞ്ഞേക്കാം ഭാവിയിൽ. പക്ഷേ ഇത് ഓർക്കണം, നിലവിൽ ഇത്തരം കുത്തിത്തിരിപ്പുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ വേവാൻ പോണില്ല. നന്ദഗോപൻ അടുത്ത ഗാനമേളയിൽ ചിലപ്പോൾ 2 പാട്ട് പാടാനും സാധ്യത. ഇതിനേക്കാളും നല്ല ഭക്തിഗാനങ്ങൾ, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അമ്പലങ്ങളിൽ പോയി പാടിക്കും. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ വക കോപ്പിലെ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ വേവാനുള്ള സാധ്യതകളില്ല. വളരെ ക്ലോസ് ആണ് കാണുമ്പോൾ. അവർ പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണം ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണി. വിളക്കിനാണ് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം എൻ്റെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലേ? കണ്ടില്ലേ 10,000 ഇരുന്ന് താളം പിടിച്ച് ഈ പാട്ട് ആസ്വദിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഈ പറയുന്നത് ഏത് അമ്പലത്തില് ക്രിസ്തീയ ഭക്തിഗാനം പാടിയതിന് ഉള്ള ഒരു ചൊറുക്ക്.